പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മലപ്പുറം എരുമമുണ്ട 200 ഏക്കറിൽ കൂട് സ്ഥാപിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ഇന്നലെ വളർത്തുനായെ കടിച്ചു കൊന്നിരുന്നു. പട്ടാപ്പകൽ പുലി ഇറങ്ങി മനുഷ്യനെ വല്ലാതെ ഭീതിയിൽ നിൽക്കുന്നൊരവസ്ഥാവിശേഷം. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിരന്തരമായി പുലിയും കടുവയും കരടിയും ഇറങ്ങുകയാണ്. ആനയുടെ അക്രമം മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ്. എന്തായാലും ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ ഈ കാര്യത്തിൽ ഏത് രൂപത്തിലും ഈ സർക്കാർ സംവിധാനത്തോടും ഉദ്യോഗസ്ഥന്മാരോടും സഹകരിക്കാൻ, സേനയുണ്ടാക്കാൻ, അവരെ സഹായിക്കാൻ ഒക്കെ ഇവിടെയുള്ള ജനങ്ങൾ തയ്യാറാണ്. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ബിപിൻ, പറയൂ. SKN എരുമമുണ്ടയിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണ് വനം വകുപ്പ്. ഇന്നലെയാണ് അവിടുത്തെ വളർത്തുനായയെ ഈ പുലി കടിച്ചു കൊന്ന് ഭക്ഷിച്ചത്. അതിൻ്റെ ഒരു വയറിൻ്റെ ഒരു ഭാഗമൊക്കെ ഭക്ഷിച്ച നിലയിലായിരുന്നു. ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ അത് നായയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഇങ്ങനെ ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് അത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇവിടെയാണിപ്പോൾ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. തീർത്തും ഈ ടാപ്പിംഗ് തൊഴിലാളികൾ അവിടെ ഏകദേശം 50 വർഷത്തോളമായി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ 200 ഏക്കർ എന്നുള്ളത്. അത്രത്തോളം ജനവാസ മേഖലയാണ്. അത് കാട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം ഇപ്പുറത്താണ്. അവിടെയാണ് ഇപ്പോൾ പുലി ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഇന്നലെ MLA ആ സ്ഥലം സന്ദർശിക്കുകയും ശക്തമായൊരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുകയും മറ്റ് നടപടികളിലേക്കും കടക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇതിനോടകം ഉയർന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.